ഇവരൊക്കെ പറയുന്നത് 100 കോടി ഒരു പടം കാണിച്ചു തരട്ടെ, വെല്ലുവിളിക്കാൻ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റ്. മലയാള സിനിമാ നിർമ്മാണ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തുറന്നടിച്ചത്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമാണ് സുരേഷ് കുമാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും പലർക്കും സിനിമാ രംഗത്തോട് പ്രതിബദ്ധതയില്ല എന്നും സുരേഷ് കുമാർ വിമർശിച്ചു. ജൂൺ 1 മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും GSTക്കൊപ്പമുള്ള സർക്കാർ വിനോദ നികുതി പിൻവലിക്കണമെന്നുമാണ് ആവശ്യം. ഇപ്പോഴിതാ OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമകൾ വാങ്ങുന്നതിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് കുമാർ. 30 ദിവസം കഴിഞ്ഞാൽ സിനിമ OTTയിൽ വരുമെന്ന് കരുതി പലരും കാത്തിരിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ എല്ലാ സിനിമകളും OTTയിൽ വരുന്നില്ല. അവർ സെലക്ട് ചെയ്യുന്ന സിനിമകളെ വരുന്നുള്ളൂ. അതും അവർ കൊടുക്കുന്ന പൈസയ്ക്ക്. അവർ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. OTTക്ക് ഒരു വർഷം 30ഓളം പടം മതി, അതിൽ കൂടുതൽ അവർക്ക് ആർക്കും വേണ്ട. നമുക്കിവിടെ 200 പടം ഇറങ്ങുന്നുണ്ടെന്നും സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ഞങ്ങളുടെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ അവർ തിരിച്ചു ഞങ്ങളുടെ അടുത്തേക്ക് വരും. OTTയുടെ മാർക്കറ്റ് താഴെ പോകുമ്പോൾ പിന്നെ ആരും എടുക്കാൻ കാണില്ല. അപ്പോഴാണ് പ്രൊഡ്യൂസേഴ്സിനെ അന്വേഷിക്കുക. ഇത്തരത്തിലുള്ള വിമർശനങ്ങളോട് യുവതാരങ്ങളും പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ ഈ വാർത്തയോട് പ്രതികരിച്ച് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പറയാൻ പോലും പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആളാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയുന്നത് പോലും എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് അതൊക്കെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ പുറമെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ബാക്കിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ